Dear students, ഇന്ന് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിംഗ്, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, പ്രോസസ് ഓഫ് HR പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യം HR പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഓൾസോ കോൾഡ് മാൻപവർ പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, എംപ്ലോയ്മെൻറ്റ് പ്ലാനിങ്. ഈ പേരിലെല്ലാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എത്രമാത്രം ജീവനക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് HR പ്ലാനിങ് നിൽക്കുക. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാച്ചിങ് ദ സപ്ലൈ ഓഫ് പീപ്പിൾ with the human resource needs of the organization over a given time frame. ഒരു ഭാവിയിലെ ഒരു പ്രത്യേക കാലയളവിലേക്ക് എത്രമാത്രം ആളുകളുടെ ജീവനക്കാരുടെ സപ്ലൈ ലഭ്യത നമുക്കുണ്ടാകുമെന്ന് കണക്കൂട്ടുന്നു. അത് കമ്പയർ ചെയ്യുന്നത് എത്രമാത്രം എംപ്ലോയീസിൻ്റെ ആവശ്യം ആ സമയത്ത് ഉണ്ടാകും, അത് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ നടക്കുക. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ്, പ്രോസസ്സിനെയാണ് HR പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് HR പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ബ്രൂസ് പി കോൾമാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെഫിനേഷൻ പ്രകാരം മാൻപവർ പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് മാൻപവർ റിക്വയർമെൻറ്റ്. മാൻപവർ പ്ലാനിങ് എന്ന് പറയുന്നത് മാൻപവർ റിക്വയർമെൻറ്റ്, മനുഷ്യവിഭവശേഷി എത്രമാത്രം വേണം, എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നു, തീരുമാനിക്കുന്ന പ്രക്രിയയാണ്. ആൻഡ് ദ മീൻസ് ഫോർ മീറ്റിംഗ് ദീസ് റിക്വയർമെൻറ്റ്സ്. ഈ മാൻപവറിനെ എങ്ങനെ അക്വയർ ചെയ്യാം, അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്, മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗ്ഗങ്ങൾ എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്ന പ്രക്രിയയോടെയാണ് മാൻപവർ പ്ലാനിങ്. ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ ഓവറോൾ പ്ലാൻ നേടുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ടുള്ള മാൻപവർ എത്രയുണ്ടെന്ന് കണക്കാക്കുകയും അതിനാവശ്യമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് HR പ്ലാനിങ്. ഇനി HRPയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ദ ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് HRP. ഫസ്റ്റ് വൺ ഈസ് ഫോർവേഡ് ലുക്കിംഗ്. HRP ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ. നമുക്ക് പഠിച്ചിട്ടുണ്ട്, പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ആർ പ്ലാനിങ് അബൌട്ട് ദി ഫ്യൂച്ചറിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓൾസോ ഈസ് ഫോർവേഡ് ലുക്കിംഗ്. ഇറ്റ് ട്രൈസ് ടു അസസ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ഇൻ അഡ്വാൻസ്. ഭാവിയിൽ എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആവശ്യമുണ്ടാകുമെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് അസസ് ചെയ്യുക, കണക്ക് കൂട്ടുക ആണ് HR പ്ലാനിങ്ങിലൂടെ ശ്രമിക്കുക. ഇനി രണ്ടാമത്, ഇൻ സിങ്ക് വിത്ത് ഓർഗനൈസേഷണൽ നീഡ്. ദി HR പ്ലാൻ ഈസ് സബ്ജക്റ്റ് ടു റിവിഷൻ ആൻഡ് ഈസ് ട്യൂൺഡ് ടു ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫ്രം ടൈം ടു ടൈം. ഓർഗനൈസേഷൻ്റെ നീഡുമായിട്ട് സിങ്ക് ആണ്. അതായത് ഓർഗനൈസേഷൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് HR പ്ലാനിങ്ങിലും മാറ്റങ്ങൾ വന്നേക്കാം. അത് വളരെ ഫ്ലെക്സിബിളാണ്. HR പ്ലാൻ ഈസ് സബ്ജക്റ്റ് ടു റിവിഷൻ. നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ നീഡ് മാറുന്നതനുസരിച്ച് HR പ്ലാനിങ് ഈസ് സബ്ജക്റ്റ് ടു റിവിഷൻ. അത് വീണ്ടും റിവൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈസ് ട്യൂൺഡ് ടു ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫ്രം ടൈം ടു ടൈം. ഓർഗനൈസേഷനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള മനുഷ്യവിഭവശേഷി എങ്ങനെ നേടാം അതിനെക്കുറിച്ചുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, ഓർഗനൈസേഷൻ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത് മാറ്റം വന്നേക്കാം, അത് റിവൈസ് ചെയ്തേക്കാം. ഇറ്റ് ഇൻ സിങ്ക് വിത്ത് ഓർഗനൈസേഷണൽ നീഡ്സ്. ഇനി ഇൻ ട്യൂൺ വിത്ത് കോർപ്പറേറ്റ് പ്ലാൻ. കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഏകദേശം അതേ മീനിങ് തന്നെയാണ് വരിക. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഓവറോൾ കോർപ്പറേറ്റ് പ്ലാൻ. ഒരു സ്ഥാപനത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും ഓവറോൾ ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും. ആ പ്ലാനിങ്ങിൻ്റെ ഒരു സബ് പ്ലാൻ മാത്രമാണ് HR പ്ലാനിങ്. ഇനി HRPയുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രോ ആക്റ്റീവ്. ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ചേഞ്ചസ് ഇമ്പാക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ ആർ അസസ്ഡ് ഫ്രം ടൈം ടു ടൈം. ഒരു സ്ഥാപനത്തിൽ അതിനെ ബാധിക്കുന്ന ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ബാധിക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം HR ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആർ അസസ്ഡ് ഫ്രം ടൈം ടു ടൈം സോ ദാറ്റ് HR പ്ലാൻ വുഡ് ഫിറ്റ് ഇൻ വിത്ത് സ്ട്രാറ്റജിക് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതിനനുസരിച്ച് ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പ്രോ ആക്റ്റീവായിട്ട് അതിനുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് HR പ്ലാനിങ് നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ്, അതനുസരിച്ച് HR പ്ലാനിങ് പ്രോ ആക്റ്റീവായിരിക്കും.
അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ HR പ്ലാനിങ്ങിൽ വരുത്തുന്നതാണ്. ഇനി അടുത്തത് ഗെറ്റ് ക്വാളിഫൈഡ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. കൃത്യസമയത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ നിയമിക്കുക എന്നുള്ളത് HR പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യമാണ്. ദ ഫോക്കസ് ഓഫ് ദി പ്ലാൻ ഈസ് ഓൾവേസ് ഓൺ ഗെറ്റിംഗ് റൈറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പീപ്പിൾ ഇൻ ടു ദ ഓർഗനൈസേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഒരു സ്ഥാപനത്തിന് ആവശ്യമുള്ള സമയത്ത് റൈറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പീപ്പിൾ, ആവശ്യത്തിന് തികയുന്ന എണ്ണം ക്വാളിഫൈഡ് ആയിട്ടുള്ള പീപ്പിളിനെ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് HR പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യമാണ്. ഇനി ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. അത് ഒരു തവണ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റം വരുത്താവുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദി നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ചേഞ്ചിങ് എൻവയറമെൻറ്റ്. സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചും മാറുന്ന എൻവയറമെൻ്റൽ മാറ്റങ്ങൾക്കനുസരിച്ചും സ്ഥാപനത്തിൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള സാഹചര്യം മാറുന്നതനുസരിച്ചും HR പ്ലാനിങ്ങിലും മാറ്റം വരും. അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടത് പ്ലാൻ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ആ പ്ലാൻ പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്ലാനിങ് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് അങ്ങനെയും പറയാം. ഇനി HR പ്ലാനിങ് മേ ബി ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം. HR പ്ലാനിങ് ലോങ് ടൈം ആവാം, ഷോർട്ട് ടൈം ആവാം. കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു HR പ്ലാനിങ് ആവാം, അല്ലെങ്കിൽ അത് ലോങ് ടൈമിലേക്കുള്ള HR പ്ലാനിങ് ആവാം. അതിനെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ പിന്നീട് നോക്കുന്നതാണ്. ടൈപ്സ് ഓഫ് HR പ്ലാനിങ്ങിൽ നോക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് HR പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. വിത്ത് ദി എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ദർ ഈസ് ദ നീഡ് ടു റിക്രൂട്ട് മോർ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഒരു ബിസിനസ് സ്ഥാപനം വളരുന്നതനുസരിച്ച്, വികസിക്കുന്നതനുസരിച്ച്, കൂടുതൽ ബ്രാഞ്ചുകൾ ഒക്കെ ഉണ്ടാകുന്നതനുസരിച്ച് ദർ ഈസ് എ നീഡ് ടു റിക്രൂട്ട് മോർ നമ്പർ ഓഫ് എംപ്ലോയീസ്. കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനനുസരിച്ച് HR ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്രിപ്പയർ പീപ്പിൾ ഫോർ ദി ഫ്യൂച്ചർ. പീപ്പിൾ ക്യാൻ ബി ട്രെയിൻഡ്, മോട്ടിവേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലെ ആളുകളെ ഭാവിയിലേക്ക് വേണ്ടി മുൻകൂട്ടി ട്രെയിൻ ചെയ്യിപ്പിക്കാം, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. നിലവിലുള്ള ജീവനക്കാരെ ആ സ്ഥാപനത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരെ കാര്യശേഷിയുള്ളവരാക്കാൻ വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. ആൻഡ് ദിസ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ഫോർ ഹൈ ക്വാളിറ്റി എംപ്ലോയീസ്. ഭാവിയിലേക്ക് വളരെ ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. അതും HR ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇനി റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ പ്രോപ്പർ മാൻപവർ പ്ലാനിങ്. എന്താണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്? ഒരു സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ലേബേഴ്സ് കൊഴിഞ്ഞു പോകുന്നതിനാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുക. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ലേബർ ടേൺ ഓവർ ഒത്തിരി കൂടുന്നത് നല്ലതല്ല. കാരണം സ്ഥാപനത്തിൽ ആ ജീവനക്കാരെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയും അവരുടെ സെലക്ഷന് വേണ്ടിയും പിന്നീട് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെ ധാരാളം പണം മുടക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്ഥാപനം വിട്ട് അത്തരം ജീവനക്കാർ മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് വീണ്ടും അനാവശ്യ ചെലവുകൾക്ക് സ്ഥാപനത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ ആ ലേബർ ടേൺ ഓവറൊക്കെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാൻപവർ പ്ലാനിങ്ങിലൂടെ സഹായിക്കുന്നു. ഇനി അടുത്തത് കട്ട് കോസ്റ്റ്. അത് കോസ്റ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പ്ലാനിങ് ഫെസിലിറ്റേറ്റ് എ പ്രിപ്പറേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് HR ബഡ്ജറ്റ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും HR വിഭാഗത്തിൽ എത്ര രൂപ ചിലവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബഡ്ജറ്റ്, HR ബഡ്ജറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്നു. ദിസ് ഇൻ ടേൺ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് മാൻപവർ കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ മാൻപവർ കോസ്റ്റിലുണ്ടാകുന്ന ചിലവ് ഒരു പരിധി വിട്ട് കൂടാതെ ഈ പറയുന്ന ഒരു ബഡ്ജറ്റ് സഹായിക്കുന്നു. അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. തടസ്സമില്ലാതെ പ്രൊഡക്ഷൻ നടത്തൽ. ടു അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ പ്രോപ്പർ എംപ്ലോയീസ് ആർ ടു ബി പ്ലേസ്ഡ്. തടസ്സമില്ലാത്ത പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നല്ല കാര്യശേഷിയുള്ള ജീവനക്കാരെ അവിടെ നിയമിക്കേണ്ടതുണ്ട്. ഫോർ ദാറ്റ് പ്രോപ്പർ HR പ്ലാനിങ് ഷുഡ് ബി ഡൺ. അതിനുവേണ്ടി നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും നിയമിക്കുകയും ചെയ്യണം. ദെൻ ടു ഇൻഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലേക്ക് ചിലപ്പോൾ ഫ്ലഷ് ബ്ലഡ്, അതായത് പുതുരക്തം, അതായത് പുതിയ ജീവനക്കാരെ ആവശ്യം വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് അറിയാവുന്ന പുതിയ ആളുകളെ നിയമിക്കേണ്ടി വന്നേക്കാം. ഇൻഡ്യൂസ് ദ ഓർഗനൈസേഷൻ ടു റിക്രൂട്ട് ഫ്രഷർ. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് പര്യാപ്തമായ ആൾക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ ഫ്രഷേഴ്സിനെ, പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തേക്കാം. ഇനി സക്സഷൻ പ്ലാനിങ്. സക്സഷൻ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഇൻറ്റേർണൽ പീപ്പിൾ വിത്ത് ദി പൊട്ടൻഷ്യൽ ടു ഫിൽ കീ ബിസിനസ് ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരെ ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന ആ ബിസിനസ്സിൻ്റെ ലീഡർഷിപ്പ് പൊസിഷൻ, മാനേജീരിയൽ തലത്തിലേക്ക് ആ ജീവനക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക, കഴിവുള്ള ആളുകളെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും കൊടുത്ത്
ഉയർത്തിക്കൊണ്ട് വരുന്നതിനെയാണ് സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുക. ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ഉയർന്ന ഹൈ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾ റിട്ടയർ ആകുമ്പോൾ ആ പൊസിഷനിലേക്ക് ഇൻറ്റേർണലായിട്ടുള്ള ഇപ്പോൾ നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ തന്നെ ആ പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുക. അപ്പോൾ അതും HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് മാൻപവർ പ്ലാനിങ്. മാൻപവർ പ്ലാനിങ് രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന് ഷോർട്ട് ടൈം മാൻപവർ പ്ലാനിങ്, രണ്ട് ലോങ് ടൈം മാൻപവർ പ്ലാനിങ്. മാൻപവർ പ്ലാനിങ് ഫോർ 2 or less years കോൾഡ് ഷോർട്ട് ടൈം മാൻപവർ പ്ലാനിങ്. പരമാവധി 2 വർഷം അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള ഒരു കാലയളവിലേക്കുള്ള മാൻപവർ പ്ലാനിങ്ങിനെ നമുക്ക് ഷോർട്ട് ടൈം മാൻപവർ പ്ലാനിങ് എന്ന് പറയാം. ദിസ് ക്യാൻ ബി ഡൺ ബൈ അഡ്ജസ്റ്റിംഗ് ഫ്രം ഇറ്റ്സ് കറണ്ട് എംപ്ലോയീസ് ഗ്രൂപ്പ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ ഒരു ബ്രാഞ്ചിലേക്ക് കൂടുതൽ ജീവനക്കാരെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ജീവനക്കാരെ അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവന്നു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള മാൻപവർ പ്ലാനിംഗ് ഒക്കെ ഒരു പരിധിവരെ നടത്താവുന്നതാണ്. ഇനി ലോങ് ടൈമിലേക്കുള്ള മാൻപവർ പ്ലാനിംഗ് ഉണ്ട്. അത് മോർ ദാൻ 2 years, 2 വർഷത്തിൽ കൂടുതൽ ദീർഘകാലത്തേക്കുള്ള പ്ലാനിങ്ങിനെയാണ് ലോങ് ടൈം മാൻപവർ പ്ലാനിംഗ് എന്ന് പറയുക. ഡീറ്റെയിൽഡ് പ്ലാനിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ദിസ്. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൂടുതൽ സീരിയസ് ലെവലിലുള്ള പ്ലാനിങ് നടത്തേണ്ടതുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പോവുക. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. ഏതൊക്കെ പ്രക്രിയകളിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പൂർത്തിയാക്കുക? ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് HR മാനേജർ ടു പ്രിപ്പയർ ആൻ HR പ്ലാൻ. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ടുള്ള HR മാനേജറുടെ ഡ്യൂട്ടിയാണ് HR പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്. ഹീ സപ്പോർട്ടഡ് ബൈ ഹിസ് സ്റ്റാഫ് ഇൻ ദി HR ഡിപ്പാർട്ട്മെൻറ്റ്. അതിന് അദ്ദേഹത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ദ HR പ്ലാനിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ. കുറേ സ്റ്റെപ്പുകൾ HR പ്ലാനിംഗ് പ്രോസസ്സിലുണ്ട്. അത് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് മാൻപവർ ഇൻവെൻട്രി. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് മാൻപവർ in terms of number of employees, their capabilities, experiences and skills. നിലവിലുള്ള ജീവനക്കാരുടെ എത്ര എണ്ണം ആളുകളുണ്ട്, നമ്പർ ഓഫ് എംപ്ലോയീസ്, their capabilities, ഓരോരുത്തരുടെയും കഴിവുകൾ, എക്സ്പീരിയൻസ് എത്രമാത്രം അവർക്ക് സർവീസ് ഉണ്ട്, സ്കില്ലുണ്ട് തുടങ്ങിയതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിനെയാണ് പ്രിപ്പയറിംഗ് മാൻപവർ ഇൻവെൻട്രി എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. നിലവിലുള്ള ജീവനക്കാരുടെ മാൻപവർ ഇൻവെൻട്രി, നമുക്ക് എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സസ് നിലവിൽ ഉണ്ട്, അത് തയ്യാറാക്കുക. ഇറ്റ് ഈസ് അസർട്ടൈനിങ് ദ നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ള ആളുകളുടെ എണ്ണം, അതിൻ്റെ ക്വാളിറ്റി, ഇത്തരം കാര്യങ്ങൾ അസസ് ചെയ്യുകയും അനാലിസിസ് നടത്തുകയും ചെയ്യുന്നതാണ് പ്രിപ്പയറിംഗ് മാൻപവർ ഇൻവെൻട്രി എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഫോർകാസ്റ്റിംഗ് മാൻപവർ റിക്വയർമെൻറ്റ്സ്. ഭാവിയിലേക്ക് എത്രമാത്രം മാൻപവറിൻ്റെ ആവശ്യം വരുമെന്നുള്ളത് മുൻകൂട്ടി കാണുക, ഫോർകാസ്റ്റ് ചെയ്യുക. മാൻപവർ ഫോർകാസ്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ HR പ്ലാനിംഗ്. HR പ്ലാനിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് മാൻപവർ ഫോർകാസ്റ്റിംഗ്. ഇറ്റ് പോയിൻറ്റ്സ് ഔട്ട് ദ നീഡ് ഫോർ മാൻപവർ ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് എത്രമാത്രം ആളുകളെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇറ്റ് മേക്സ് എ പ്രൊജക്ഷൻ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മാൻപവർ ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കോമ്പോസിഷൻ ലൈക്ക് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എക്സെട്ര. ഭാവിയിലേക്ക് ഉള്ള ആളുകളുടെ എണ്ണമാണിത് പ്രൊജക്റ്റ് ചെയ്യുക, മുൻകൂട്ടി കാണുക. ഏതൊക്കെ രീതിയിൽ മാനേജർമാർ എത്ര വേണം, സൂപ്പർവൈസേഴ്സ് എത്ര വേണം, വർക്കേഴ്സ് എത്ര വേണം, സപ്പോർട്ടിംഗ് സ്റ്റാഫ് എത്ര വേണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള മാൻപവർ റിക്വയർമെൻറ്റ് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് HR പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് സപ്ലൈ. ആസ് ദി ഫേം എക്സ്പാൻഡ്സ് ഇറ്റ്സ് ബിസിനസ് ഓർ ഡൈവേഴ്സിഫൈസ് ഇൻ ടു ന്യൂ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഇറ്റ് റിക്വയർസ് മോർ മാൻപവർ ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അത് വളരുമ്പോൾ, ബിസിനസ് വളരുമ്പോൾ, ഓർ ഡൈവേഴ്സിഫൈ ഇൻ ടു ന്യൂ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ, ഒരു ബിസിനസ് സ്ഥാപനം കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ വേറെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സുകളോ അങ്ങനെയുള്ള മറ്റ് മേഖലകളിലൊക്കെ അത് ഡൈവേർട്ട് ചെയ്യുമ്പോൾ, പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോൾ, ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് റിക്വയർസ് മോർ മാൻപവർ ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. ഈ ജോലികളെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ദേ നീഡ് മോർ മാൻപവർ, കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട്. ദി എക്സിസ്റ്റിംഗ് മാൻപവർ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു ക്യാരി ഔട്ട് ദ ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്. കൂടുതലായിട്ട് വരുന്ന ഈ ജോലികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള ജീവനക്കാർ മതിയാകില്ല, നോട്ട് സഫീഷ്യൻ്റ് ആകുന്നു. ദ HR ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് എക്സ്പ്ലോർ എക്സ്റ്റേണൽ സോഴ്സസ് സപ്ലൈ ഓഫ് മാൻപവർ. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ട് പുറമേ നിന്ന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് HR ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്യണം. ഇറ്റ് പ്രിപ്പയർസ് എ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്ലാൻ ബേസ്ഡ് ഓൺ സച്ച് അനാലിസിസ് ഓഫ് സപ്ലൈ ഓഫ് മാൻപവർ. അപ്പോൾ അങ്ങനെ എവിടെ നിന്നൊക്കെ
ഈ സപ്ലൈ ലഭിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്ലാൻ HR ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്നു. അടുത്ത 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. അനാലിസിസ് ഓഫ് മാൻപവർ ഗ്യാപ്പ്. ദ HR ഇൻവെൻടറി റിവീൽസ് ദ സപ്ലൈ ഓഫ് മാൻപവർ വൈൽ മാൻപവർ ഫോർകാസ്റ്റിംഗ് ഡിസ്ക്ലോസസ് ദ ഡിമാൻഡ് സൈഡ്. മാൻപവർ എത്രമാത്രം നിലവിലുണ്ട്, കറണ്ട് എത്രമാത്രം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം മാൻപവർ ഫോർകാസ്റ്റിംഗ് നടത്തി എത്രമാത്രം ഡിമാൻഡ് നമുക്ക് ആവശ്യമുണ്ട്, ഭാവിയിലേക്ക് ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. ദസ് ദി HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മാൻപവർ. ഭാവിയിലേക്ക് എത്രമാത്രം ആളുകളെ ആവശ്യമുണ്ടാകും, അതോടൊപ്പം തന്നെ നിലവിൽ എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ആളുകളെ കിട്ടാൻ സാധ്യതയുണ്ട്, സപ്ലൈ എത്രമാത്രമുണ്ട്, അത്തരം കാര്യങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇനി ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 ഐറ്റംസ് എന്നുള്ളത് ഒരു HR മാനേജർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദ അനാലിസിസ് ഓഫ് മാൻപവർ ഗ്യാപ്പ് റിവീൽസ്. ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻപവർ റിക്രൂട്ടഡ്. ഒന്നുകിൽ എത്രമാത്രം ക്വാളിറ്റിയുള്ള ആളുകളെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യണം, ഓർ സർപ്ലസ് ടു ബി ട്രീറ്റഡ് ആസ് റിഡൻഡൻറ്റ്, അല്ലെങ്കിൽ നിലവിലുള്ള ജീവനക്കാർ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചതിന് ശേഷവും നിലവിലുള്ള ആളുകൾ കൂടുതലാണെങ്കിൽ, സർപ്ലസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് റിഡൻഡൻറ്റ്, നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റാഫായിട്ട് കരുതണം. അതിന് റിട്രെഞ്ച്മെൻറ്റ് പോലെയോ മറ്റുള്ള നടപടികളിലേക്ക് സ്ഥാപനം നീങ്ങണം. അപ്പോൾ അനാലിസിസ് ഓഫ് മാൻപവർ ഗ്യാപ്പ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ HR പ്ലാൻ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷനിലെ HR പ്ലാനിങ്ങിനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഈ മാൻപവർ ഗ്യാപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നതാണ്, ആ ഗ്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാവിയിലേക്ക് HR പ്ലാനിങ് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടത്തുക. നമുക്ക് 6ാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. ഇപ്പോൾ നമ്മൾ മാൻപവർ ഗ്യാപ്പ് കണ്ടുപിടിച്ചു. ഓൺ ദി ബേസിസ് ഓഫ് ദി അനാലിസിസ് ഓഫ് മാൻപവർ ഗ്യാപ്പ് ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ പ്രിപ്പയർ ആൻ ആക്ഷൻ പ്ലാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കണം. ഇഫ് ദർ ഈസ് എ സർപ്ലസ് ഓഫ് മാൻപവറിൻ്റെ കാര്യത്തിൽ നമ്മൾ സർപ്ലസ് ആണെങ്കിൽ, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ആഫ് ഷോൺ ഇൻ ദി ഡിമാൻഡ് സപ്ലൈ അനാലിസിസ് നടത്തിയപ്പോൾ മാൻപവർ എക്സസ് ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ ദി HR ഡിപ്പാർട്ട്മെൻറ്റ് മേ ഡ്രോ സ്യൂട്ടബിൾ പ്ലാൻ ഫോർ ദി റീഡിപ്ലോയ്മെൻറ്റ് ഓഫ് ദിസ് എക്സസ് മാൻപവർ. ഇത്തരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള മാൻപവറിനെ എങ്ങനെ റീഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ പല ബ്രാഞ്ചുകളുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചുകളിലേക്കുമായിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെ അവരെ വീണ്ടും ഡിപ്ലോയ് ചെയ്യാം, വീണ്ടും അവരെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കും. എംപ്ലോയീസ് മേ ബി ട്രാൻസ്ഫേർഡ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ യൂണിറ്റ്സ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കോ കമ്പനിയുടെ മറ്റ് യൂണിറ്റുകളിലേക്കോ എംപ്ലോയീസിന് ട്രാൻസ്ഫർ കൊടുത്തേക്കാം. The HR department can also suggest retrenchment of excess manpower in consultation with the trade union. അതിനുശേഷവും എക്സസ് ആയിട്ട് ജീവനക്കാർ കാണപ്പെടുകയാണെങ്കിൽ the HR department can also suggest retrenchment of excess manpower. HR ഡിപ്പാർട്ട്മെൻറ്റിന് ടോപ്പ് മാനേജ്മെൻറ്റിനോട് സജഷൻ കൊടുക്കാം, ആളുകളെ റീട്രെഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുക. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ട്രേഡ് യൂണിയൻ്റെ സഹകരണത്തോടു കൂടി മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ സ്ഥാപനത്തിൽ നിന്ന് റീട്രെഞ്ച് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചും തീരുമാനമെടുക്കാം. ഇഫ് ദർ ഇസ് എ ഡെഫിസിറ്റ് ആസ് പെർ ദി അനാലിസിസ്. ഇത്ര നേരം പറഞ്ഞത് എക്സസ് ആണെങ്കിൽ എന്നാണ്. ഇനി ഇവിടെ ഡെഫിസിറ്റ് ആണെങ്കിൽ, ഭാവിയിലേക്ക് ഇനി ആളുകളെ കിട്ടാനില്ല എങ്കിൽ ദ ഷോർട്ടേജ് മേ ബി ഫിൽഡ് അപ്പ് ബൈ ഫ്രഷ് റിക്രൂട്ട്മെൻറ്റ്. നമുക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ആലോചനകളുമായിട്ട് മുന്നോട്ട് പോകാം. ആൻഡ് സെലക്ഷൻ ഓഫ് ദി റിക്വയർഡ് മാൻ പവർ, അങ്ങനെ ആവശ്യമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി 7ാമത്തെ സ്റ്റെപ്പ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ. HR പ്ലാനിങ്ങിനെ നമ്മൾ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാനിങ്ങിൽ ഒരു കൺട്രോൾ ഉണ്ടാവുകയും വേണം. നോക്കുക എന്താണെന്ന്. ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ദി HR പ്ലാനിങ്. ഇപ്പോൾ HR പ്ലാനിങ് നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നമ്മൾ പീരിയോഡിക്കലായിട്ട് ഓരോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. ടു സീ ദാറ്റ് ദ പ്ലാൻസ് ആർ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ്. ഈ നടപ്പിലാക്കിയ ഈ പ്ലാനുകൾ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ, ടു സീ ദാറ്റ് ദ പ്ലാൻസ് ആർ ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ്, അത് നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കാണുന്നതിന് വേണ്ടി അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ചെക്ക് ഫോർ എനി ഡെഫിഷ്യൻസി ദ പ്ലാൻ ആൻഡ് വാട്ട് റെമഡിയൽ മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ ഫോർ കറക്റ്റിംഗ് സച്ച് ഡെഫിഷ്യൻസീസ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന്, പരിശോധിക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു. ആൻഡ് വാട്ട് റെമഡിയൽ മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ ഫോർ കറക്റ്റിംഗ് സച്ച് ഡെഫിഷ്യൻസീസ്. അത്തരത്തിലുള്ള പോരായ്മകൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ, റെമഡിയൽ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ടെന്നുള്ളതും ആലോചിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ മോഡിഫൈ ദ പ്ലാൻസ് ബേസ്ഡ് ഓൺ സച്ച് ഫീഡ്ബാക്ക് ആൻഡ് ഓൾസോ ഹെൽപ്പ് ടു പ്രിപ്പയർ ഫ്യൂച്ചർ HR പ്ലാൻസ്. അപ്പോൾ ഈ പ്ലാനുകളെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട്
ഈ കിട്ടുന്ന ഫീഡ്ബാക്ക് റിവ്യൂ ചെയ്തപ്പോൾ കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് മേ ഹെൽപ്പ് ടു പ്രിപ്പയർ ഫ്യൂച്ചർ HR പ്ലാൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ HR പ്ലാൻസ് നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സാധാരണ പ്ലാനിങ്ങിലുണ്ടാകുന്ന പരിമിതികളെല്ലാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലുമുണ്ട്. ഇന്നാക്യുറേസി, അത് ഇന്നാക്യുറേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഹ്യൂമൻ റിസോഴ്സസ്. എത്രമാത്രം ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് നമ്മൾ ഭാവിയെക്കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ സപ്ലൈ എത്ര ഉണ്ടാകും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് ബി 100% ആക്യുറേറ്റ് പ്രോസസ്സ്. അതൊരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കില്ല. ഈ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ദെൻ റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നൊരു റെസിസ്റ്റൻസ്, എപ്പോഴും ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദേ വിൽ ഫീൽ ദാറ്റ് ദ HRP വിൽ ഇൻക്രീസ് ദർ വർക്ക് ലോഡ്. ഈ HRP വലിയ പ്ലാനിംഗ് ഒക്കെ നടത്തുമ്പോൾ എംപ്ലോയീസിൻ്റെ ജോലിഭാരം കൂട്ടുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇതെന്ന് എംപ്ലോയീസ് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാം. അതുകൊണ്ട് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നൊരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ മറ്റ് ചില പരിമിതികൾ, പോരായ്മകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ കൺസ്ട്രെയിൻസ്. എ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ലൈക്ക് ആബ്സെൻറ്റീസം, ആവശ്യത്തിന് ജീവനക്കാരെ കിട്ടാത്ത അവസ്ഥ, ലേബർ ടേൺ ഓവർ, ആളുകളുടെ കൊഴിഞ്ഞുപോക്ക്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, പെട്ടെന്നുണ്ടാകുന്ന ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മാർക്കറ്റ് ഫ്ലക്ച്വേഷന്, നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ മാർക്കറ്റിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വേരിയേഷൻസ്, ഇതെല്ലാം ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ മാൻപവർ പ്ലാനിങ്. ഇതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മാൻപവർ പ്ലാനിങ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്ത ലിമിറ്റേഷൻ നോക്കുക, ഇൻഎഫിഷ്യൻറ്റ് HRIS. ഇപ്പോൾ HRIS എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. HRIS കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. HRISൻ്റെ എക്സ്പാൻഷൻ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. അതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓൺലൈൻ സൊല്യൂഷനാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സഹായത്തോടെ, ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് ജീവനക്കാരുടെ ഡാറ്റ എൻട്രി, ഡാറ്റയുടെ ട്രാക്കിങ്, ഡാറ്റ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് HRIS എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്ത ഒരു HRIS സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡെവലപ്പ് എഫക്റ്റീവ് HR പ്ലാൻസ്. നല്ല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഇനി നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. HR പ്ലാനിങ് ബിക്കംസ് ഡിഫിക്കൽട്ട് ഇഫ് ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് സപ്പോർട്ടിങ് ഇറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈ HR ഡിപ്പാർട്ട്മെൻറ്റിനെ പ്ലാൻ തയ്യാറാക്കുന്ന കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് ലഭിച്ചില്ല എങ്കിൽ HR പ്ലാനിങ് ബുദ്ധിമുട്ടാകും. അത് മറ്റൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സഹകരണം കൊടുക്കാത്ത സന്ദർഭത്തിലെ കാര്യമാണ് ഈ പറയുക. ഇനി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അതോടൊപ്പം തന്നെ ഇതൊരു വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടി വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, കൂടുതൽ സമയം ചിലവഴിക്കുന്നതോറും കൂടുതൽ പണച്ചിലവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് ഇസ് ഇൻവോൾവ്ഡ് ഇൻ ഡാറ്റ കളക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത്, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക ഭാവിയിലെ ആവശ്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഗുഡ് ഡീൽ ഓഫ് ടൈം. അത് കൂടുതൽ സമയം ആവശ്യമെടുക്കുന്നു, കൂടുതൽ ചെലവ് ഉണ്ടാക്കുന്ന പ്രക്രിയയുമാണ്.